എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കബൂട്ടോയുടെ കലിപ്പടിച്ച് ഒറോച്ചിമാറു നിൽക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തില് നമ്മുടെ കബൂട്ടോ ഒറോച്ചിമാറുവിനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അവളുടെ പവർ കൂടുതലായിട്ടും കൊടുത്ത് ഒറോച്ചിമാറുവിനെ കൊന്നുകളയാനാണ് ശ്രമിച്ചത്. കബൂട്ടോ ഓൾറെഡി അവളുടെ കൂടെ മെഡിക്കൽ ടീമിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആന്റിയുടെ ട്രീറ്റ്മെന്റ് കൈയോടെ പൊക്കി. നിന്റെ അനിയനെയും ലവറിനെയും തിരികെ കൊണ്ടുവരണമെന്ന് കരുതിയത് മാത്രമല്ല, നീ ഇപ്പൊ പറഞ്ഞപ്പോ ലീഫ് വില്ലേജിനെ പോലും വെറുതെ വിടാനായിട്ട് ഞാൻ തയ്യാറായി. എന്നിട്ടും നീ എന്നെ ചതിച്ചു. നീ എന്തിനിത് ചെയ്തു എന്ന് വീണ്ടും ഒറോച്ചിമാറു ചോദിക്കുമ്പോ അവന്റെ ചിരിയും സംസാരവും കേൾക്കുമ്പോ നമ്മുടെ പെണ്ണിന് പിടികിട്ടും അവളെ ചതിക്കാൻ പോവാണെന്ന്. നീ തീർച്ചയായിട്ടും എന്നെ ചതിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒരു വട്ടമെങ്കിലും എന്റെ അനിയനെയും ലവറിനെയും ഒന്ന് കാണണമെന്ന് തോന്നി. അവരുടെ ശബ്ദം അതൊന്ന് കേൾക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അവളിരുന്ന് കരയാണ്. കാരണം അവൾക്ക് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കാണണം. ഇപ്പൊ പോലും അവരുടെ രണ്ടുപേരുടെയും മുഖം അവളുടെ മനസ്സിൽ വരും. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൾക്ക് കുട്ടപ്പനെ കാണുമ്പോൾ അവളുടെ സ്വന്തം അനിയനെയായിരിക്കും ഓർമ്മ വരിക. കുട്ടപ്പൻ എത്രയൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും അവന്റെ മുഖം കാണുമ്പോൾ അവളുടെ അനിയൻ പറഞ്ഞ അതേ കാര്യം ഓർമ്മ വരും. എനിക്ക് ഹൊക്കാഗെ ആവണം. മുത്തച്ഛനെ പോലെ വലിയൊരു ഹൊക്കാഗെ ആയിട്ട് ഈ ഗ്രാമം തന്നെ എനിക്ക് രക്ഷിക്കണം. അവളുടെ ലവറും അത് തന്നെയാണ് പറഞ്ഞത്, ഈ ഗ്രാമത്തിന് വേണ്ടി ജീവിക്കുമെന്ന്. അങ്ങനെ അവര് 3 പേരും പറഞ്ഞത് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ആ മാല ഓർമ്മ വരും. ആർക്കൊക്കെ ആ മാല കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ആദ്യം മാല അനിയന് കൊടുത്തു, പിന്നീട് ലവറിന്, ഇപ്പൊ ഇതാ കുട്ടപ്പനും. അതും പോരാഞ്ഞ് അവരുടെ 3 പേരുടെയും ഡ്രീം ഒരു ഹൊക്കാഗെയായി ഈ ഗ്രാമത്തെ രക്ഷിക്കണം എന്നതാണ്. പക്ഷെ ആ ഒരു സ്വപ്നം അത് അവരെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എങ്ങനെയെങ്കിലും ആ സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നാണ് ഇപ്പൊ നമ്മുടെ ആന്റിയുടെ ആവശ്യം. അവൾക്ക് ഒരുപാട് വിഷമമായിട്ട് അവിടെ ശോകമായിട്ടിരിക്കുമ്പോ നമ്മുടെ വില്ലന് പിടികിട്ടും ഇവള് തീർച്ചയായിട്ടും എന്നെ രക്ഷിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് അടുത്ത വഴി നോക്കണമെന്ന്. നീ ഇപ്പൊ തന്നെ എന്റെ കൈ ശരിയാക്കിക്കോ, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോന്ന് പറയുമ്പോ നമ്മുടെ പെങ്കൊച്ചാവട്ടെ അവന്റെ മേത്ത് ചാടി വീഴും. എന്നിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം. അവള് കറങ്ങി വന്ന് ഒരൊറ്റ അടി. ആ അടിയില് ഭൂമി കുലുങ്ങുമ്പോ ഒറോച്ചിമാറും ആവട്ടെ നൈസായിട്ട് എസ്കേപ്പ് ആവും. ആദ്യമായിട്ടാണ് ഇവര് രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. കബൂട്ടോയും ഒറോച്ചിമാറും ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അടുത്തുള്ളൊരു ചുമര് അവൾ അടിച്ചു പൊട്ടിക്കും. അവരവിടുന്ന് ചാടി വീണ്ടും ഒരു മരക്കൊമ്പിൽ കയറിയിരുന്ന് പൊന്നെ അവളുടെ ഈ ഒരു വാശിയില് അടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗതി അത് അധോഗതി ആകുമെന്ന് ഒറോച്ചിമാർ പറയും. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടമാണ്. ഈ ഒരു അവസ്ഥയില് എന്നെ കൊണ്ട് അടികൂടാനാവില്ല, അതുകൊണ്ട് നീ തന്നെ ഫൈറ്റ് ചെയ്യണമെന്ന് ഒറോച്ചിമാറു കബൂട്ടോട് എടുത്തു പറയും. പക്ഷെ അതിനു മുൻപ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഇവളുടെ അസിസ്റ്റന്റ് ഇവളെ കഴിഞ്ഞ് ടെററാണ്. അവള് സൂചിയില് വിഷം തടവി കുത്തിവെച്ച് കൊന്നുകളയും. ആന്റി ചാടി വന്ന് അവരെ ചവിട്ടി എറിയാൻ നോക്കുമ്പോ അവര് കറങ്ങി തിരിഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെടും. നിങ്ങൾ എവിടേക്ക് ഓടിയാലും എത്ര ദൂരത്തിൽ ഓടിയാലും ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് ആന്റിയും പുറകെ ഓടും. നമ്മുടെ മാമനും സംഘവും അവിടേക്ക് വരുമ്പോ അവിടെ ആരെയും കാണാൻ സാധിക്കില്ല. അവിടെ ഉണ്ടായ തകർച്ച കാണുമ്പോ തന്നെ മാമൻ പറയും അവള് ഫൈറ്റ് തുടങ്ങി. അപ്പൊ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒറോച്ചിമാറുവിന്റെ ഓഫർ അവള് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. മാമൻ അവിടെ മുഴുവൻ അന്വേഷിക്കുമ്പോ അവളുടെ ഒരു ഷർട്ട് മാത്രം കണ്ടെത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവരന്വേഷിച്ച് പോകുന്നിടത്ത് എല്ലാം തന്നെ അവരുടെ അടയാളങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. ഇവിടെ കബൂട്ടോയും ആന്റിയും തമ്മിലാണ് ഫൈറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അവൻ ടൈ ജിപ്സൂല് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും എന്റെ കയ്യില് ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പില്ലെടുത്ത് അവൻ കഴിക്കും. അത് കഴിച്ചാൽ തീർച്ചയായിട്ടും അവന്റെ പവർ 10 മടങ്ങാവും. പിന്നീട് കബൂട്ടോ ഒരു മെഡിക്കൽ ജിപ്സ് തന്നെ യൂസ് ചെയ്യുന്ന കാണുമ്പോ നമ്മുടെ പെങ്കൊച്ചാവട്ടെ അവള് വണ്ടടിച്ച് നിന്ന് പോവും. നമ്മുടെ പെണ്ണ് ഓൾറെഡി സെനിയനാണ്. അവൾ അവന്റെ കൈ പിടിച്ച് തിരിച്ച് അവനെ മടക്കി ലോക്ക് ചെയ്യുമ്പോ അവൻ നൈസായിട്ട് എസ്കേപ്പായി വെട്ടിത്തിരിഞ്ഞ് അവളെ അറ്റാക്ക് ചെയ്യാൻ വരും. ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ പവറാണ്. അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ കയ്യിലും കാലിലും അവൻ എന്തോ ചെയ്യുമ്പോ അവളുടെ പവർ പതിയെ കുറയാൻ തുടങ്ങും. അവൾ ഓട്ടി വന്ന് അവനുമായിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒടുവിൽ കബൂട്ടോ അവളുടെ നെഞ്ചില് അവന്റെ കൈ കൊണ്ട് അമർത്തും. ശ്വാസം വിടാൻ പറ്റാതെ അവളാവട്ടെ അവിടെ ഇരുന്നു പോവും. അപ്പോഴായിരിക്കും അവളൊരു കാര്യം മനസ്സിലാക്കുക, കബൂട്ടോ ഒരു സാധാരണ മെഡിക്കൽ നിഞ്ച അല്ല. അവളെ കഴിഞ്ഞും എന്തൊക്കെയോ കാര്യങ്ങള് അവന് കൂടുതലായിട്ട് അറിയാം. പക്ഷെ കബൂട്ടോയ്ക്ക് അവളെ കൊന്നുകളയാനാവില്ല. കാരണം ഒറോച്ചിമാറുവിന്റെ കൈ അവളെ കൊണ്ട് മാത്രമേ റെഡിയാക്കാൻ പറ്റൂ. ഇപ്പൊ ഞാൻ അടിച്ചാട്ടി ആ അടി കൊണ്ട് നിനക്കൊന്നും ചെയ്യാനാവില്ല. കബൂട്ടോ ക്ലോസ് എത്തിയ ഉടനെ അവളുടെ കൈ വെച്ച് ആഞ്ഞൊരൊറ്റ അടി. ആ അടിയില് അവൻ കറങ്ങി അടിച്ച് താഴെ വീഴും. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവൻ അവളെ എങ്ങനെയൊക്കെയോ തള്ളിയിട്ട് അവിടുന്ന് ഓടിക്കളയും.
അവള് വലിച്ചു വലിച്ചു നിൽക്കുമ്പോഴായിരിക്കും കബൂട്ടോയ്ക്ക് മനസ്സിലാവുക അവന്റെ കാല് രണ്ടും അവള് ലോക്ക് ചെയ്തു. കബൂട്ടോ ഇഴഞ്ഞു വരാൻ നേരം അവൾ അവന്റെ മോന്ത ഇടിച്ച് പരത്തും. ആദ്യം കാല് രണ്ടും പോയി, ഇപ്പൊ മോന്തയും പോയി അനങ്ങാൻ വയ്യാതെ കിടക്കാണ് പാവം കബൂട്ടോ. ആ സമയത്ത് ഒറോച്ചിമാറു അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അവള് കബൂട്ടോയെ എന്താണ് ചെയ്തതെന്ന് കറക്റ്റായിട്ട് ഇപ്പൊ ഒറോച്ചിക്ക് പിടികിട്ടും. അതായത് അവൾ അവന്റെ ചക്ര നെർവ് തന്നെ ഇപ്പൊ ഡാമേജ് ആക്കി. അതിലൂടെ ബ്രെയിനിൽ നിന്നും ബോഡിയിലേക്ക് പോകുന്ന ആ ഒരു ഇൻഫർമേഷൻ തന്നെ അവിടെ ബ്രേക്ക് ആയി പോയി. അനങ്ങാനാവാതെ അവൻ അവിടെ തന്നെ കിടക്കുമ്പോ നമ്മുടെ പെങ്കൊച്ചാവട്ടെ അവള് പതിയെ എണീക്കും. അടുത്ത ജിപ്സും എടുത്ത് അവൻ അടുത്ത പണി കൊടുക്കാൻ നോക്കുമ്പോ അവൾക്കുണ്ട് ശ്വാസം എടുക്കാനാവില്ല. ഈ സായിപ്പന്മാരൊക്കെ അങ്ങനെയാണ്, അവർ തന്നെ ട്രീറ്റ് ചെയ്യും. ഇതേ ടെക്നോളജി അധികം വൈകാതെ നമ്മുടെ നാട്ടിലും എത്തും. എന്റെ ചെക്കന്മാര് പേടിക്കണ്ട, എന്തെങ്കിലും പറ്റിയാല് ആശുപത്രിയിലേക്ക് ഓടിയാൽ മതി. ഇവിടെ കബൂട്ടോ അവളെ വിട്ടാ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യണമെന്നും പറഞ്ഞ് അവൻ പതിയെ പതിയെ അവന്റെ ജോയിന്റ്സ് ആദ്യം മൂവ് ചെയ്യാൻ ആരംഭിക്കും. ജോയിന്റ്സ് റിലീസായ ഓട്ടം തന്നെ അവൻ കത്തിയെടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോ നമ്മുടെ ആന്റി ആവട്ടെ ആ ഒരു കാഴ്ച കണ്ട് വണ്ടറടിക്കും. കബൂട്ടോ അറ്റാക്ക് ചെയ്യുന്നു വിചാരിച്ചാല് അവനാവട്ടെ പേടിച്ച് നിൽക്കാണ്. നീ ജിപ്സ് വെച്ച് എനിക്കിട്ട് പണി തരുമല്ലേടി എന്നും ചോദിച്ച് അവൻ ചാട്ടി വരുമ്പോ പെട്ടെന്ന് അവിടെ ഒരുപാട് പുകയുണ്ടാവും. പുക മാറിക്കഴിയുമ്പോഴായിരിക്കും കബൂട്ടോ നമ്മുടെ മാമനെയും ബാക്കിയുള്ള ടീംസിനെയും കാണുക. കബൂട്ടോടെ ഫ്യൂസ് പോയി അവൻ ചെറിയ മാമനോട് എന്തൊക്കെയുണ്ട് സുഖമല്ലേയും ചോദിക്കും. അപ്പൊ കുട്ടപ്പൻ വണ്ടടിച്ച് കബൂട്ടോ നിനക്കെന്താ ഇവിടെ പരിപാടിയും ചോദിക്കും. പാവം നമ്മുടെ കുട്ടപ്പനാവട്ടെ കഥയൊന്നും അറിയില്ല. എക്സാമിന് കണ്ടുള്ള പരിചയം മാത്രമേ കുട്ടപ്പന് കബൂട്ടേ ആയിട്ടുള്ളൂ. കറക്റ്റ് സമയത്ത് നമ്മുടെ ആന്റി ചാടി വീണ് വിടില്ല എന്നും പറഞ്ഞ് കബൂട്ടോയായിട്ട് അടികൂടും. എന്നിട്ട് രണ്ടുപേരും ചേർന്ന് ഒടുക്കത്തെ ഫൈറ്റ്. കബൂട്ടോ ഓരോ തവണ എസ്കേപ്പ് ആവുമ്പോഴും നമ്മുടെ ആന്റി ആവട്ടെ ചാടി വീണ് അവന് പിടിച്ചുകൊണ്ടേയിരിക്കും. ആ ടൈമില് പാറയില് ഒരു കത്തിയിരിക്കുന്ന കണ്ട കബൂട്ടോ ആവട്ടെ അതെടുത്ത് ഒരൊറ്റ വീശ്. രക്തം തുളുമ്പി അവള് താഴെ വീഴുമ്പോ കബൂട്ടോ കരുതും നമ്മുടെ ആന്റിയുടെ കാറ്റ് പോയെന്ന്. പക്ഷെ കബൂട്ടോ അവൻ ബുദ്ധിപൂർവം അവന്റെ കൈ തന്നെ മുറിച്ച് രക്തം അവളുടെ ബോഡിയിലേക്ക് തെറിപ്പിക്കും. നമ്മുടെ ആന്റിക്ക് ഓൾറെഡി രക്തം പേടിയാണ്. അവൾ പേടിച്ച് നിൽക്കുമ്പോ കബൂട്ടോ കൈ കറക്കി അവളുടെ മുഖത്ത് ഒരൊറ്റ അടി. അപ്പൊ കറക്റ്റായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് പെണ്ണാവട്ടെ ചാടി ആന്റിയെ ക്യാച്ച് ചെയ്യും. പാവം കുട്ടപ്പന് ഇതുവരെ എന്തിനാണ് ആന്റിയുമായിട്ട് കബൂട്ടോ ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടൂല. അല്ല കുട്ടപ്പ, നീ ഇത്രയും വലിയ മണക്കൂസനാണോ എന്ന് കബൂട്ടോ ചോദിക്കുമ്പോ മാമനാവട്ടെ അവന്റെ ബാൻഡ് കാണിച്ചു കൊടുക്കും. അവൻ ഒറോച്ചിമാറുവിന്റെ വലങ്കയാണെന്ന് മാമൻ പറയുമ്പോ കുട്ടപ്പനൊന്ന് ഞെട്ടും. അപ്പൊ കബൂട്ടോ പറയും, ഞാനൊരു സ്പൈ ആണ്, സൗണ്ട് വില്ലേജിന്റെ ഒരു നമ്പർ 1 സ്പൈ. ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഒരു നല്ലവനായിട്ട് നടന്നത്. നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നടന്നത്. നിന്റെ ഡാറ്റ കളക്ട് ചെയ്തപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി, നിന്റെ കയ്യിൽ ഒരു ചുക്കുമില്ല. നീ സാസുകയെ പോലെയല്ല, വെറും ഒരു മണ്ടനാണെന്ന് പറയുമ്പോ കുട്ടപ്പന് സങ്കടാവും. ഇവിടെ അസിസ്റ്റന്റ് പെണ്ണിന് നമ്മുടെ ആന്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഒരുപാട് സങ്കടാവും. ആന്റി ആശ്വസിപ്പിക്കാൻ അവൾ ഒരുപാട് ശ്രമിക്കുമെങ്കിലും നമ്മുടെ ആന്റി ആവട്ടെ അവളവിടെ കരയാണ്. ഇവിടെ കുട്ടപ്പനെ കബൂട്ടോ കളിയാക്കിക്കൊണ്ടേയിരിക്കും. നീ വെള്ളത്തിൽ നിന്ന് താഴെ വീണ ഒരു മീൻ പോലെയാണ്, വെറുതെ പിടച്ചുകൊണ്ടിരിക്കും, അല്ലാണ്ട് യാതൊരു കാര്യമില്ല. നിന്റെ ഉള്ളില് ഒരു മോൺസ്റ്റർ ഉണ്ടെന്ന് ഒഴിച്ചാല് നിന്നെ കൊണ്ട് വേറെ യാതൊരു പ്രയോജനവും ഇല്ല. ഞാനൊന്ന് വിരളിഞ്ഞൊടിച്ചാൽ എനിക്ക് ഈസി ആയിട്ട് നിന്നെ തല്ലിക്കൊല്ലാന്ന് പറയുമ്പോ കുട്ടപ്പന് കലി കയറി അവനെ അടിച്ചു വീഴ്ത്താനായിട്ട് ഓടിയെടുക്കും. മാമൻ തടയാൻ ശ്രമിക്കുമെങ്കിലും മാമനെ കൊണ്ടും അവനെ പിടിച്ചു നിർത്താനാവില്ല. കുട്ടപ്പൻ അവന്റെ മുറിഞ്ഞ കൈ ലക്ഷ്യമാക്കിയിട്ട് അടിക്കാനായിട്ട് ഒരുപാട് ക്ലൗൺസിനെ ഉണ്ടാക്കുമെങ്കിലും കബൂട്ടോ അവരെ തട്ടിത്തെറിപ്പിക്കും. അപ്പൊ അസിസ്റ്റന്റ് പെണ്ണ് കറക്റ്റ് ആയിട്ട് നീഡിൽ വിഷം പുരട്ടി അവന് നേരെ വലിച്ചെറിയും. പക്ഷെ അവന്റെ ബാൻഡ് ഉപയോഗിച്ച് അവനത് തട്ടിത്തെറിപ്പിച്ച് നൈസായിട്ട് എസ്കേപ്പായി ഒരു പില്ലെടുത്ത് കഴിക്കും. കബൂട്ടോയുടെ ബ്ലഡ് വരുന്നത് കൺട്രോൾ ചെയ്യാനാണ് അവൻ ആ മെഡിസിൻ കഴിക്കുക. മാമൻ ആന്റിയോട് നീ കണ്ണാടി പയ്യനെ നോക്കിക്കോ, ഞാൻ ഒറോച്ചിമാറുവിന്റെ കാര്യം ഏറ്റെന്ന് പറയുമ്പോ ഇവര് പരസ്പരം അടി കൂടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്റെ മുത്തുമണികളെ, നമ്മുടെ മെയിൻ ചാനൽ മല്ലു ഡബിഡില് അയൺമാന്റെ ഒരു അടിപൊളി മൂവി ഇട്ടിട്ടുണ്ട്. അയൺമാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാവരും തീർച്ചയായിട്ടും ആ മൂവി കൂടി ഒന്ന് കണ്ടിരിക്കുക. അപ്പോ കുട്ടപ്പന്റെ അടുത്തൊരു തകർപ്പൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.